ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായേക്കും. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് ബി.ജെ.പി വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും മത്സരിക്കും. ബി.ജെ.പി സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറി. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് എം.ടി രമേശിനാണ് സാധ്യത. മലപ്പുറത്ത് എ.പി അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അലക്സ്, ഇതിൽ തൃശൂരും ആറ്റിങ്ങലുമൊക്കെ നേരത്തെ മുതൽ കേൾക്കുന്ന പേരുകളാണ്. ഏതാണ്ട് വി മുരളീധരനും ഒപ്പം സുരേഷ് ഗോപിയും അവിടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു. തിരുവനന്തപുരവും വയനാടും പോലെ ദേശീയ നേതാക്കളെ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ ഒടുവിലെ ചർച്ചകൾ ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? ഗോകുൽ, കളം നിറഞ്ഞ് കളം പിടിക്കാനാണ് ബി.ജെ.പി നീക്കം. ഒന്നുകിൽ വിജയിക്കുക, അതല്ലെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക. അതാണ് ബി.ജെ.പിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശവും അതാണ്. അതിനനുസരിച്ച് കരുത്തരെ രംഗത്തിറക്കുകയാണ് ബി.ജെ.പി. അത് നേരത്തെ തന്നെ ആലോചിച്ചതുമാണ്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതാണ് ഗോകുൽ നേരത്തെ സൂചിപ്പിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിയാകും, തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും, പാലക്കാട് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകും, കാസർഗോഡ് മണ്ഡലത്തിൽ പി.കെ. കൃഷ്ണദാസ് മത്സരരംഗത്ത് ഉണ്ടാകും, സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. ഒപ്പം പത്തനംതിട്ടയിൽ ഈ ഇടയായി പാർട്ടിയിലേക്ക് എത്തിയ പി സി ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രഥമ പേരുകാരനാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ ആദ്യാവസാനവും പരിഗണിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഇപ്പോൾ കോഴിക്കോടിന് പുറമെ വയനാട് മണ്ഡലത്തിൽ കൂടി പാർട്ടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധിയാണ് യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ബി.ഡി.ജെ.എസിൽ നിന്ന് ആ സീറ്റ് ബി.ജെ.പി ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് ഏറ്റെടുക്കുക മാത്രമല്ല, സംസ്ഥാനത്തെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ വയനാട് രംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആനി രാജ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രനെ വയനാട് രംഗത്തിറക്കുന്നതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടി ബി.ജെ.പി വിരൽ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശോഭാ സുരേന്ദ്രൻ വയനാട് മത്സരിക്കുകയാണെങ്കിൽ കോഴിക്കോട് എം.ടി രമേശിനാണ് സാധ്യത. കാരണം എം.ടി രമേശിനെ നിലവിൽ വടകര മണ്ഡലത്തിലാണ് പരിഗണിക്കുന്നത്. എം.ടി രമേശിനെ കൂടാതെ വടകര മണ്ഡലത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പ്രഫുൽ കൃഷ്ണനെ പൊന്നാനിയിലും പരിഗണിക്കുന്നുണ്ട്. പ്രഫുൽ കൃഷ്ണൻ്റെ പേര് മലപ്പുറത്ത് എ.പി. അബ്ദുള്ളക്കുട്ടിയുടെ പേരാണ് പരിഗണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് വരുമ്പോൾ ജില്ലാ അധ്യക്ഷൻ പി.വി. ഗോപകുമാറിൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ചില മാറ്റങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ചില പരിഗണനകൾ, പ്രത്യേകിച്ച് സാമുദായിക പരിഗണന, ഒപ്പം വനിതകൾക്കും യുവാക്കൾക്കുമൊക്കെയുള്ള പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ അന്തിമ ധാരണയാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി വരും എന്ന് ബി.ജെ.പി ആദ്യാവസാനം പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിനാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിലവിൽ മുൻതൂക്കം. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരടക്കം, രാജീവ് ചന്ദ്രശേഖരൻ, നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരുടെ പേരുകളാണ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത്, തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത്. കലാ സാംസ്കാരിക രംഗത്തുള്ള ചില പ്രമുഖരുമായി പാർട്ടി ചർച്ച നടത്തുന്നുണ്ട്. തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച ആ മണ്ഡലം തിരികെ പിടിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പ്രമുഖരായ ആരെങ്കിലും രംഗത്തിറക്കാനാകുമോ എന്നുള്ള കാര്യം പാർട്ടി ആലോചിക്കുന്നു. അത്തരം ആളുകളുമായി ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ആ വിഷയങ്ങൾ പുറത്തുവിടാൻ, ആ ആളുകളുടെ സമ്മതം കൂടാതെ പുറത്തുവിടാൻ പാർട്ടി വൃത്തങ്ങൾ തയ്യാറല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ഒടുവിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുമ്മനത്തെ പരിഗണിച്ചിരുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. പത്തനംതിട്ടയിൽ പി സി ജോർജിൻ്റെ വരവോടുകൂടി കുമ്മനത്തിന് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് പരിഗണിച്ചിരുന്നു. അത്തരത്തിൽ കുമ്മനം രാജശേഖരൻ ഒരു സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളത് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുമ്മനത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മറ്റു ചില സാധ്യതകൾ പരിശോധിച്ചാൽ അത് ചാലക്കുടിയിലേക്ക് വരുമ്പോൾ മേജർ രവിയുടെ പേരിന് മുൻതൂക്കമുണ്ട്. ചാലക്കുടിയിൽ തന്നെ ബി ഗോപാലകൃഷ്ണനും അതുപോലെ എൻ രാധാകൃഷ്ണനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അനിൽ ആന്റണിയുടെ പേരിനാണ് മുൻതൂക്കം. എന്നിരുന്നാൽ പോലും വനിതാ നേതാക്കളുടെ പ്രാതിനിധ്യം, വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് സംസ്ഥാന വക്താവ് ടി.പി. സിന്ധുമോളെ എറണാകുളത്ത് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ്റെ പേരും എറണാകുളം മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരാണ്. എന്താണെങ്കിലും ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ഇന്ന് രാത്രിയോടുകൂടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോകും. നാളെ വൈകുന്നേരം ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചർച്ചയിൽ കേന്ദ്ര നേതൃത്വം കൂടി മുന്നോട്ട് വയ്ക്കുന്ന പേരുകളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അന്തിമ ധാരണയാകുക എന്നുള്ളതാണ്. 29 ഇത് സംബന്ധിച്ച ഏറെക്കുറെയുള്ള മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് നിലവിൽ പാർട്ടി ആലോചിക്കുന്നത്. ഗോകുൽ. ശരി, അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. അതായത് എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഒരു ധാരണയായ സ്ഥിതിക്ക് ഇപ്പോൾ ബി.ജെ.പി അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വയനാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ, വടകരയിലും കോഴിക്കോടുമൊക്കെ ചില മാറ്റങ്ങൾ അതിനടിസ്ഥാനത്തിൽ മുമ്പ് പരിഗണിച്ചിരുന്ന പേരുകൾക്കൊപ്പം മറ്റു ചില ആളുകളെ കൂടി പരിഗണിക്കുന്നു എന്നതാണ്. അതാണ് പ്രധാനപ്പെട്ട മാറ്റം. ശോഭാ സുരേന്ദ്രനെ വയനാട്ടിൽ കൂടി പരിഗണിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം. അങ്ങനെ ഏതായാലും
ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഒന്നോ രണ്ടോ പേരുകളിലേക്ക് എത്താൻ ബി ജെ പിക്കുമായിരിക്കുന്നു. ആ പട്ടിക ഏതായാലും സംസ്ഥാന നേതൃത്വം ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. അലക്സാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.